1972 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്. ഒരു വശത്ത് നിലവിലെ ലോക ചാമ്പ്യൻ ബോറിസ് സ്പാസ്കി, മറുവശത്ത് അമേരിക്കൻ ഇതിഹാസം ബോബി ഫിഷർ. ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ക്ലാസിക്കൽ ഗെയിമുകളിൽ ഒന്നായ ഈ പോരാട്ടം നമുക്ക് കാണാം. വൈറ്റ് C4 കളിച്ച് കേന്ദ്രം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ബ്ലാക്ക് E6 കൊണ്ട് ഉറച്ച പ്രതിരോധത്തിന് തുടക്കമിടുന്നു. വൈറ്റ് നൈറ്റ് F3യിലേക്ക് വികസിപ്പിക്കുന്നു. ബ്ലാക്ക് D5 കളിച്ച് കേന്ദ്രത്തിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു. വൈറ്റ് D4 കളിച്ച് കൂടുതൽ കേന്ദ്ര നിയന്ത്രണം നേടുന്നു. ബ്ലാക്ക് നൈറ്റ് F6ലേക്ക് വികസിപ്പിക്കുന്നു. വൈറ്റ് നൈറ്റ് C3യിലേക്ക് എത്തിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് വികസിപ്പിച്ച് കാസിലിംഗിന് തയ്യാറാകുന്നു. വൈറ്റ് ബിഷപ്പ് G5ലേക്ക് എത്തി നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് കാസിൽ ചെയ്ത് രാജാവിനെ സുരക്ഷിതനാക്കുന്നു. വൈറ്റ് E3 കളിച്ച് ബിഷപ്പിന് വഴിയൊരുക്കുന്നു. ബ്ലാക്ക് H6 കളിച്ച് ബിഷപ്പിനോട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുന്നു. ബിഷപ്പ് H4ലേക്ക് പിൻവാങ്ങുന്നു. ബ്ലാക്ക് B6 കളിച്ച് ബിഷപ്പിനെ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു. വൈറ്റ് C പാവ് കൊണ്ട് D5ലെ പാവിനെ സ്വന്തമാക്കുന്നു. ബ്ലാക്ക് നൈറ്റ് കൊണ്ട് തിരിച്ചുപിടിക്കുന്നു. വൈറ്റ് ബിഷപ്പ് കൊണ്ട് E7ലെ ബിഷപ്പിനെ വെട്ടുന്നു. ബ്ലാക്ക് ക്വീൻ കൊണ്ട് തിരിച്ചുപിടിക്കുന്നു. വൈറ്റ് നൈറ്റ് കൊണ്ട് D5ലെ നൈറ്റിനെ സ്വന്തമാക്കുന്നു. ബ്ലാക്ക് ഈ പാവ് കൊണ്ട് തിരിച്ചുപിടിച്ച് കേന്ദ്രം ശക്തമാക്കുന്നു. വൈറ്റ് റൂക്കിനെ C1ലേക്ക് എത്തിച്ച് തുറന്ന ഫയലിൽ സമ്മർദ്ദം കൂട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് E6ലേക്ക് വികസിപ്പിക്കുന്നു. വൈറ്റ് ക്വീൻ A4ലേക്ക് മാറുന്നു. ബ്ലാക്ക് C5 കളിച്ച് കേന്ദ്രത്തിൽ തിരിച്ചടി ആരംഭിക്കുന്നു. വൈറ്റ് ക്വീൻ A3യിലേക്ക് മാറുന്നു. ബ്ലാക്ക് റൂക്കിനെ C8ലേക്ക് എത്തിക്കുന്നു. വൈറ്റ് ബിഷപ്പ് B5ലേക്ക് എത്തി സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ബ്ലാക്ക് A6 കളിച്ച് ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നു. വൈറ്റ് D പാവ് കൊണ്ട് C5ലെ പാവിനെ സ്വന്തമാക്കുന്നു. ബ്ലാക്ക് B പാവ് കൊണ്ട് തിരിച്ചുപിടിക്കുന്നു. വൈറ്റ് കാസിൽ ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ A7ലേക്ക് മാറ്റി ആക്രമണത്തിനായി ഒരുക്കം നടത്തുന്നു. വൈറ്റ് ബിഷപ്പിനെ E2ലേക്ക് പിൻവലിക്കുന്നു. ബ്ലാക്ക് നൈറ്റ് D7ലേക്ക് വികസിപ്പിക്കുന്നു. വൈറ്റ് നൈറ്റ് D4ലേക്ക് എത്തിച്ച് കേന്ദ്രത്തിൽ ശക്തമായ ഔട്ട്പോസ്റ്റ് നേടുന്നു. ബ്ലാക്ക് ക്വീൻ F8ലേക്ക് മാറി പ്രതിരോധമുറപ്പിക്കുന്നു. വൈറ്റ് നൈറ്റ് കൊണ്ട് E6ലെ ബിഷപ്പിനെ സ്വന്തമാക്കുന്നു. ബ്ലാക്ക് F പാവ് കൊണ്ട് തിരിച്ചുപിടിക്കുന്നു. വൈറ്റ് E4 കളിച്ച് കേന്ദ്രം തുറക്കാൻ ശ്രമിക്കുന്നു. ബ്ലാക്ക് D പാവ് മുന്നോട്ട് നീക്കി വൈറ്റിന്റെ കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നു. വൈറ്റ് F4 കളിച്ച് കിങ് സൈഡിൽ ആക്രമണത്തിന് തയ്യാറാകുന്നു. ബ്ലാക്ക് ക്വീൻ E7ലേക്ക് മാറുന്നു. വൈറ്റ് E5ലേക്ക് മുന്നേറി കൂടുതൽ സ്ഥലം നേടുന്നു. ബ്ലാക്ക് റൂക്കിനെ B8ലേക്ക് മാറ്റി ക്വീൻ സൈഡിൽ സമ്മർദ്ദം കൂട്ടുന്നു. വൈറ്റ് ബിഷപ്പ് C4ലേക്ക് വികസിപ്പിച്ച് രാജാവിന്റെ ഭാഗത്തേക്ക് ആക്രമണം ലക്ഷ്യമിടുന്നു. ബ്ലാക്ക് രാജാവിനെ H8ലേക്ക് മാറ്റി സുരക്ഷിതമാക്കുന്നു. വൈറ്റ് ക്വീൻ H3യിലേക്ക് എത്തിച്ച് ആക്രമണത്തിൽ ചേരുന്നു. ബ്ലാക്ക് നൈറ്റ് F8ലേക്ക് എത്തിച്ച് പ്രതിരോധം ശക്തമാക്കുന്നു. വൈറ്റ് B3 കളിച്ച് C4ലെ ബിഷപ്പിന് കൂടുതൽ സുരക്ഷയും പിൻഭാഗത്തിന് കരുത്തും നൽകുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് A5 കളിച്ച് ക്വീൻ സൈഡിൽ ഇടം പിടിക്കാനും പ്രത്യാക്രമണത്തിനും തയ്യാറെടുക്കുന്നു. വൈറ്റ് F5 കളിച്ച് കിങ് സൈഡിൽ ആക്രമണം പൊട്ടിത്തെറിപ്പിക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഈ പാവ് കൊണ്ട് ആ പാവിനെ സ്വന്തമാക്കി ആക്രമണത്തിന്റെ വേഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. വൈറ്റ് റൂക്ക് കൊണ്ട് F5ലെ പാവിനെ തിരിച്ചുപിടിച്ച് തുറന്ന F ഫയലിൽ സജീവമാകുന്നു. ബ്ലാക്ക് നൈറ്റ് H7ലേക്ക് മാറി രാജാവിന്റെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നു. മറ്റൊരു റൂക്കും F ഫയലിലേക്ക് എത്തിച്ച് വൈറ്റ് ഇരട്ട റൂക്കുകളുമായി ആക്രമണം ശക്തമാക്കുന്നു. ബ്ലാക്ക് ക്വീൻ D8ലേക്ക് പിൻവാങ്ങി പ്രതിരോധമുറപ്പിക്കുന്നു. വൈറ്റ് ക്വീൻ G3യിലേക്ക് എത്തിച്ച് രാജാവിന് നേരെയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് റൂക്ക് E7ലേക്ക് എത്തി പ്രതിരോധത്തിൽ ചേരുന്നു. വൈറ്റ് H4 കളിച്ച് H പാവിനെ മുന്നോട്ട് നീക്കി ആക്രമണത്തിന് കൂടുതൽ ശക്തി നൽകുന്നു. ബ്ലാക്ക് മറ്റൊരു റൂക്കും B7ലേക്ക് കൊണ്ടുവന്ന് പ്രതിരോധം ഇരട്ടിയാക്കുന്നു. വൈറ്റ് ഈ പാവിനെ E6ലേക്ക് മുന്നോട്ട് തള്ളി ബ്ലാക്കിന്റെ നിലയിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ C7ലേക്ക് മാറ്റി പ്രതിരോധവും പ്രത്യാക്രമണവും ഒരുമിച്ച് ലക്ഷ്യമിടുന്നു. വൈറ്റ് ക്വീൻ E5ലേക്ക് എത്തിച്ച് നിർണായക ആക്രമണ നിലപാട് സ്വീകരിക്കുന്നു. ബ്ലാക്ക് ക്വീൻ E8ലേക്ക് മാറി പ്രധാന സ്ക്വയറുകൾ സംരക്ഷിക്കുന്നു. വൈറ്റ് എ പാവ് മുന്നോട്ട് നീക്കി ക്വീൻ സൈഡിലും സമ്മർദ്ദം നിലനിർത്തുന്നു. ബ്ലാക്ക് ക്വീൻ വീണ്ടും D8ലേക്ക് മടങ്ങി പ്രതിരോധം തുടരുന്നു. വൈറ്റ് റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്ന് എല്ലാ കരുക്കളെയും ആക്രമണത്തിനായി ഏകോപിപ്പിക്കുന്നു. ബ്ലാക്ക് ക്വീൻ വീണ്ടും E8ലേക്ക് മാറി പ്രതിരോധം ശക്തമാക്കുന്നു. രണ്ടാമത്തെ റൂക്കും F3യിലേക്ക് എത്തുന്നു. ഇപ്പോൾ വൈറ്റിന്റെ രണ്ട് റൂക്കുകളും ക്വീനും ചേർന്ന് ബ്ലാക്ക് രാജാവിനെ വളയുകയാണ്. ബ്ലാക്ക് ക്വീൻ വീണ്ടും D8ലേക്ക് മടങ്ങുന്നു. വൈറ്റ് ബിഷപ്പിനെ D3യിലേക്ക് വികസിപ്പിച്ച് രാജാവിന് നേരെയുള്ള ആക്രമണത്തിൽ പങ്കെടുപ്പിക്കുന്നു. ബ്ലാക്ക് ക്വീൻ E8ലേക്ക് മാറി അവസാന പ്രതിരോധമൊരുക്കുന്നു. വൈറ്റ് ക്വീൻ E4ലേക്ക് എത്തി ആക്രമണം പരമാവധി ശക്തമാക്കുന്നു. ബ്ലാക്ക് നൈറ്റ് F6ലേക്ക് എത്തി പ്രധാന സ്ക്വയറുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് വൈറ്റിന്റെ അതിമനോഹരമായ തന്ത്രം. റൂക്ക് ഉപയോഗിച്ച് F6ലെ നൈറ്റിനെ സ്വന്തമാക്കുന്നു. ബ്ലാക്ക് G പാവ് കൊണ്ട് റൂക്കിനെ തിരിച്ചുപിടിക്കേണ്ടി വരുന്നു. ഇതോടെ ബ്ലാക്കിന്റെ രാജാവിന് മുന്നിലെ പ്രതിരോധം പൂർണ്ണമായി തകരുന്നു. വൈറ്റ് രണ്ടാമത്തെ റൂക്കും F6ലേക്ക് കയറ്റി മറ്റൊരു ത്യാഗത്തിലൂടെ ആക്രമണം തുടരുന്നു. ബ്ലാക്ക് രാജാവിനെ G8ലേക്ക് മാറ്റിയെങ്കിലും സ്ഥിതി അതീവ അപകടകരമാണ്. വൈറ്റ് ബിഷപ്പ് C4ലേക്ക് എത്തി രാജാവിന്റെ രക്ഷപ്പെടാനുള്ള വഴികൾ നിയന്ത്രിക്കുന്നു.
ബ്ലാക്ക് രാജാവ് H8ലേക്ക് മാറുന്നു. അവസാനമായി വൈറ്റ് ക്വീൻ F4ലേക്ക് എത്തുന്നു. ഇനി G7 സ്ക്വയറിലും F8 സ്ക്വയറിലും ശക്തമായ ഭീഷണികളിൽ നിന്ന് ബ്ലാക്കിന് രക്ഷയില്ല. അനിവാര്യമായ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് പരാജയം സമ്മതിക്കുന്നു. ലോക ചാമ്പ്യൻ ബോറിസ് സ്പാസ്കി പരാജയപ്പെടുന്നു. ബോബി ഫിഷറിന്റെ ഏറ്റവും മികച്ച മാസ്റ്റർപീസുകളിൽ ഒന്നാണിത്. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. കൂടുതൽ ക്ലാസിക് ചെസ് ഗെയിമുകളുടെ മലയാളം വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.